വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസി. ഒരുപാട് പേര് കമൻറ്റിൽ ചോദിക്കുന്ന കാര്യമാണ് ഓവണും ബീറ്ററൊന്നും ഇല്ലാതെ എളുപ്പത്തിലുള്ള കേക്കിൻ്റെ റെസിപ്പീസ് ഇടുമെന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണിത്. ബേസിക് ആയിട്ടുള്ള ചേരുവകൾ മാത്രമാണ് നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തിട്ട് സാധാരണ അടുപ്പത്ത് ഒരു പാനിൽ ഒഴിച്ചിട്ടാണ് ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളത് സ്ഥിരമായിട്ട് ഉണ്ടാക്കും, അത് ഞാൻ ഗ്യാരണ്ടി തരുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് ഫോളോ ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ഒരു കേക്ക് മിക്സിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ മിക്സിയുടെ മീഡിയം ജാറിലേക്ക് ഞാൻ 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഫ്ലേവർ ഒന്നുമില്ലാത്ത വെജിറ്റബിൾ ഓയിലാണ് ഇതിനായിട്ട് യൂസ് ചെയ്യേണ്ടത്. വെളിച്ചെണ്ണയൊന്നും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കരുത്. 1/2 കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട്. 1 ടീസ്പൂണ് വനില എസൻസ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ചോക്ലേറ്റ് കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം 1/3 കപ്പ് കൊക്കോ പൗഡർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പിൻ്റെ 1/3 ഭാഗമാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 2 നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. മിക്സിയിൽ നന്നായിട്ട് പഞ്ചസാര അലിയുന്ന പോലെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവ് ഉണ്ടാവുക. ഒരു ബൗളിൽ ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്യുക. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടോ വിസ്ക് ഉപയോഗിച്ചിട്ടോ നിങ്ങൾക്ക് മിക്സ് ചെയ്യാം. പ്രത്യേകിച്ച് ഒരു ഇതൊന്നുമില്ല, അതായത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് വേണമെന്നോ സോഫ്റ്റായിട്ട് ചെയ്യണമെന്നോ അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്ന സമയത്തേക്ക് നമ്മൾ മിക്സിയിൽ നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബാറ്ററില്ലേ, അത് ഇതിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇത്രയേ ഉള്ളൂ, ബാറ്റർ റെഡിയാണ്. ഞാനിപ്പം 7 ഇഞ്ച് വായവട്ടമുള്ള നോൺ സ്റ്റിക്കിൻ്റെ അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ഒരു ബേക്കിംഗ് പേപ്പർ ഒന്ന് വിരിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് അടി പിടിക്കാതിരിക്കാനാണ്. അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു പഴയ പാന് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കുക. പാന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ബാറ്റർ ഒഴിച്ചിട്ടുള്ള ആ ഒരു പാത്രം ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അടപ്പ് വെച്ചിരിക്കണം. ആദ്യത്തെ 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും പിന്നെയുള്ള 35 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെക്കുക. ഇത്രയുള്ള പരിപാടി, നമ്മുടെ കേക്ക് റെഡിയാണ്. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് പെട്ടെന്നൊരു കേക്ക് ഉണ്ടാക്കണം തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയിട്ട് ഉണ്ടാക്കി നോക്കുക. ഒരു ടൂത്ത് പിക്ക് ഒന്നെടുത്ത് കുത്തി നോക്കുക. ക്ലീൻ ആയിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കേക്ക് ബേക്കായി എന്നാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചധികം നേരം ഒന്ന് മൂടി ഇതേ രീതിയിൽ വെച്ചാൽ മതി. ഇനി നമുക്ക് കേക്ക് ചൂട് തണയാൻ വേണ്ടിയിട്ട് എടുത്ത് പുറത്ത് വയ്ക്കാം. നല്ല സോഫ്റ്റും സ്പഞ്ചി ആയിട്ടുള്ള കേക്കാണ്. കേക്ക് ചൂട് തണഞ്ഞു കഴിഞ്ഞാൽ ഒരു കത്തി ഉപയോഗിച്ചിട്ടോ സ്പാച്ചുല ഉപയോഗിച്ചിട്ടോ സൈഡിൽ നിന്ന് ഇതുപോലെ വിടിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് കേക്ക് പുറത്തെടുത്തിട്ട് നമ്മൾ അടിയിൽ വിരിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബേക്കിംഗ് പേപ്പർ എടുത്ത് കളയാം. അടിയിൽ പിടിക്കുകയോ കരിഞ്ഞു പോവുകയോ ഒന്നും ആയിട്ടില്ല. നല്ല സോഫ്റ്റും സ്മൂത്തും ആയിട്ടാണ് കേക്ക് ഉള്ളത്. ഇനി ഈ കേക്ക് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇത് ഐസിങ് ചെയ്യാനൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐസിങ് ഒക്കെ ചെയ്തിട്ട് അങ്ങനെയും കഴിക്കാം. ഇതിപ്പോൾ ഞാൻ വെറുതെ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് നമുക്ക് സാധാരണ ടീ കേക്കൊക്കെ പോലെ അങ്ങനെയും കഴിക്കാൻ പറ്റുന്നൊരു കേക്കാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ ടെക്സ്ചർ ഉണ്ടോ നിങ്ങൾ? നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല റിച്ച് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയാം. പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.